സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കാനായി എത്തുന്ന കലാകാരന്മാരായ കുട്ടികൾക്കൊക്കെ അപ്പുറത്ത് ചില മുഖങ്ങളെ കൂടി നമ്മളൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. എല്ലാ വർഷവും വലിയൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു വലിയ കൂട്ടം തന്നെ ഈ കലോത്സവം ഇതുപോലെ ഗംഭീരമായി നടക്കിയെടുക്കുന്നതിന് പിന്നിലുണ്ട്. ഇപ്പം നമ്മുടെ കൂടെ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ കുട്ടികളാണുള്ളത്. ഇവർ 850ഓളം പേരാണല്ലേ നിങ്ങൾ ഒരുമിച്ച് ഈ 4-5 ദിവസങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നിങ്ങൾ തൃശ്ശൂർ ജില്ലക്കാരാണോ എല്ലാവരും? അല്ല, എവിടെ നിന്നൊക്കെ ഉള്ളവരുണ്ട്? ഞാൻ പഠിക്കുന്നത് തൃശ്ശൂരാണ്, വീട് പാലക്കാടാണ്. വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും അല്ലേ? പക്ഷേ എങ്ങനെയുണ്ട്, നിങ്ങളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്? ഞങ്ങൾ മെയിൻലി ഫുഡാണ്, പിന്നെ എല്ലാവരും ഇങ്ങനെ ഓടി നടന്ന പണികളൊക്കെ ചെയ്യും. ഓടി നടക്കുകയാണല്ലേ? ഓടി നടക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാ സർവീസും ഉള്ള കാരണം നമ്മൾ എല്ലാ സ്ഥലത്തേക്കും എത്തേണ്ട വേദിയിലേക്ക്. അപ്പോൾ ഇപ്പോൾ കുട്ടികളെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തേക്കും ഓടി നടക്കുക തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ കുട്ടികളെ ലീഡ് ചെയ്യാൻ നിൽക്കുന്നവരാണ്. ആരെന്ത് സഹായം ചോദിച്ചാലും ചെയ്തു കൊടുക്കും. അതെ, എന്ത് സഹായം ചെയ്തും ചെയ്തു കൊടുക്കും. പിന്നെ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്കുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ പ്രായത്തിൽ തന്നെ നിങ്ങളുടെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗം കൂടിയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം, അത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഒരു വളർച്ചയിലൊക്കെ അതെങ്ങനെ ഒരു ഘടകമാവുന്നത്? ഇത് എല്ലാവർക്കും കിട്ടണ ഓപ്പർച്യൂണിറ്റി അല്ലല്ലോ. അപ്പോൾ നമ്മളത് ഈ സോഷ്യലായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല അനുഭവങ്ങൾ കിട്ടും. അത് ജീവിതത്തിൽ ഉപകാരം ഉണ്ടാവും. ഇങ്ങനെ കലോത്സവം മത്സരങ്ങൾ കാണാനൊക്കെ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. മത്സരങ്ങൾ കാണാനൊക്കെ പറ്റിയോ? കുഴപ്പമില്ല, പക്ഷെ കാണാനല്ലേ സർവീസ്, ഫുൾ സർവീസ്. അപ്പോൾ ഇനിയും ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ. ഇന്നിപ്പോൾ നാളെ അവസാന ദിവസമാണ്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? പോയിന്റ് നിലയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? ഞങ്ങൾ ലൈവ് ഇടയ്ക്ക് ഒഴിവ് കിട്ടുമ്പോൾ നോക്കാറുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഓടിയെത്തുകയാണ് ഇവർ. ഇനിയും ഇവർ ഓരോ വേദികളിലേക്കും സദസ്സുകളിലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സഹായം ചോദിച്ചാലും ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ സ്കൗട്ട് ആൻഡ് ഗൈഡൊക്കെ എല്ലായിടത്തും എത്തുന്നത്. അപ്പോൾ തുടരുക.